ഇപ്പൊ രാവിലെ തന്നെ തിന്നണ്ട കേട്ടോ, വയറുവേദന ആകെ. അതെ, സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടും പാട്ടാട് ഇതാ ഇങ്ങനെ ഒരവസരം. ആ ചിരിയൊക്കെ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ രാവിലെ അപ്പോൾ 10 മണിയായിട്ടോ. എന്നാൽ ഞങ്ങൾ സ്ഥലം വരെ പോയി കഴിഞ്ഞിട്ട് എണീക്കാൻ നേരം വൈകി. എല്ലാ വ്ലോഗിലും എണീക്കാൻ നേരം വൈകി എന്ന് പറയാം. ചേച്ചി ഇതാക്കണം രാവിലെ തന്നെ. ഇതാണോലെ വേണ്ടി ചക്കയൊക്കെ രാവിലെ തിന്നോ സാറ്? ആടെ വെച്ചോ. ആദ്യമായിട്ടോ ചക്കയൊക്കെ പിടിക്കുന്ന ഞാൻ കണ്ടത്. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നല്ലോ. പിന്നെ എന്റെ കിച്ചന്റെ അവസ്ഥ എന്ന് പറഞ്ഞ ഒരവസ്ഥ തന്നെയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. 5 ചക്ക കൊയ്തുക്കണം, 5 കൊയ്തുക്കണം. ഇവിടെ തേങ്ങ വലിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഓരോ കൊണ്ട് തന്നെ തേങ്ങയൊക്കെ അടുപ്പറിപ്പിച്ചു. ഇങ്ങോട്ട് വാ. പ്ലാവുമലും കയറ്റി കഴിഞ്ഞ 5 ചക്ക ഒക്കെ പൊട്ടിപ്പോയി. ഒറ്റ ഒന്ന് താഴെ തത്തിയിട്ട് പൊട്ടാണ്ടിട്ടില്ല, ഒക്കെ പൊട്ടിപ്പോയി. ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിക്ക് പൊട്ടിയതാ കൊടുത്തത്. ചേച്ചി വിചാരിച്ചത് എന്താ പറയാ, ചേച്ചി പക്ഷെ മൂത്തത് എല്ലാം മൂത്തതാ, നല്ല മൂപ്പുണ്ടതാ. പക്ഷെ അതില് പൊട്ടിങ്ങനെ എപ്പോഴും നെല്ലിപ്പോയിക്കുന്നു. ഇറക്കിലെത്തിയപ്പോഴത്തേക്കും തെറിച്ചു പോയി. ഞാൻ അന്ന് പത്തിരി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. മുട്ട പൊങ്ങി ഇത് 2 എണ്ണം ശരിക്കാണ് കേട്ടോ. എൻ്റെ ഞാൻ കുടിച്ചിക്കണ്. പിന്നെ പഴം വാട്ടി വെച്ചിക്കണ്. പിന്നെ ഐഷുന് എന്തായാലും ഒന്ന് സ്കൂൾ കൊണ്ടുപോകണം. പിന്നെ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി, ഓളെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. ചായ കാര്യമായിട്ടൊന്നും ഓള് കുടിച്ചില്ല. ഐഷു, എനിക്ക് ഇന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ പോണ്ടേ? ഐഷുവിൽ നിന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ പോകാനുണ്ട്. അപ്പൊ ഇഞ്ചക്ഷൻ വെച്ച് വരുന്നേരം ഇഞ്ചക്ഷൻ വെച്ച് വരുന്നേരം ഐഷുവിനെ സ്കൂളാക്കി കിട്ടോ. ഇത് ചക്ക പറിച്ചേരം ഒരു എളിഞ്ഞും കിട്ടിയിരിക്കും. നല്ലതാ. തക്കാളിക്കറിയും ചോറൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഐഷുവിന് കൊണ്ടാണ്. ഇപ്പൊ രാവിലെ തന്നെ തിന്നണ്ട കേട്ടോ, വയറുവേദന ആകെ. രാവിലെ തന്നെ തിന്നാ വയറുവേദന ആവും. എന്തേലും കുടിച്ചിട്ടൊക്കെ തിന്നാം. വേണ്ട, ഓക്ക് കൊടുക്കണ്ട. ഓളൊക്കെ വലിയ ആളായി. ഇപ്പൊ വേണ്ട, ഇപ്പൊ കൊടുക്കണ്ട. ഓ എന്താണ് പൊന്നെ? എന്താ പൊന്നല്ലോ അല്ലേ? ആശുത്താത്താണോ അല്ലേ? ഇതോ ഇതാരാ പറഞ്ഞ പൊന്നല്ലാന്ന്? ഉറങ്ങാനിയോ? ഇഞ്ചക്ഷൻ അടിക്കുന്നേരെ കരിയരുത് കേട്ടോ. കരിയോ? ഓൾക്ക് തോന്നുന്നു കരിയാനായിട്ട് പോവാണ്. കരിയോ? കരിയൂല? ഓള് കരിയൂല എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാ ഇഞ്ചക്ഷൻ വെച്ചത്? എന്നുള്ള ഒച്ച ഉണ്ടായിനോ? എങ്ങനെയാ വെച്ചത്? എന്താ കളത്തരം. ടിഷ് എന്നുള്ള ഒച്ചയൊക്കെ ഉണ്ടായി പോലെ. ചേച്ചിന്റെ കത്തി കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. എന്റെ കത്തി ഇങ്ങോട്ട് പോകും. എന്റെ കത്തി ആരാ വാങ്ങി കൊണ്ട് തന്ന്? ഇതിലൊക്കെ ഒരു കോള് വന്നീന്. അതൊരു നമ്പറിൽ താണിച്ചേ ആരോ ആണെങ്കിലോ. ചെപ്പിക്കുന്നതൊക്കെ കഴിഞ്ഞിട്ട് എടോ പോവാനുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് എന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. ഒരു ദിവസമെങ്കിലും പോലെ വൃത്തിയായിട്ട് കാണണം. ചക്ക ജ്യൂസ് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു രസം ഉണ്ടാവില്ല. ചക്ക ജ്യൂസ് രസം ഉണ്ടാവില്ലെന്നോ? എനിക്ക് ഇന്ന് ചക്ക ജ്യൂസ് വേണം, നിർബന്ധ. അശോക് വേണ്ടേ? ചക്കന്റെ ഐസ്ക്രീം നല്ല രസാട്ടോ. ഞാൻ കഴിച്ചു. ചക്ക ജ്യൂസ് ഞാൻ കുടിച്ചു, എനിക്ക് ഓർമ്മയില്ല. എന്റെ ജീവിതത്തിൽ എപ്പോഴോ ഞാൻ കുടിച്ചു പോയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ ഞങ്ങൾ വേറൊരു സംഭവം ഒരാളെ കാണാൻ പോയി കേട്ടോ. ആരാ? അങ്ങനെ കാണാൻ പോയി. ഷെഫി ചോദിക്കാട്ടൊക്കെ ഒരു അവസരം തരീന്ന്. ഞാൻ ചോദിച്ചാ ഒരവസരം പെട്ടെന്ന് ഒരവസരം പോലെ തരികയാണ്. എനിക്കല്ലാണ്ട് ആർക്ക് തരാനാ? ചോദിച്ചില്ലേ നമ്മളല്ലേ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നാ പറയുന്നത്. നമ്മളെ അവസരത്തിന് നമ്മൾ എന്താക്കണം? കരിയല്ല ചോദിക്കണം. എന്നിട്ട് കാര്യം എന്നാ തച്ചറിഞ്ഞേക്കോ. പഴഞ്ചൊല്ലൊക്കെ പറയണം അറിയാം. അപ്പൊ വേഗം നോക്ക്. പിസ്സ രാവിലെ തന്നെ പിസ്സ ആണോ കഴിക്കുന്നത്?
വെറുതെ കൊടുക്കൂല. അത് ഞാൻ ഇങ്ങനെ ഓളെ നിർത്തി കൊണ്ടുവരായ ഈ സമയത്ത്. ഇന്നലെ രാത്രി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. നാളാന്ന് പറഞ്ഞ ആവശ്യം ഞാൻ അരിപ്പൊടിയും ചായക്ക ഇവിടുത്തെ ഒരവസ്ഥ അല്ലേ. എന്നും വൃത്തിയായിടാ. ഒരു കോൾ വരുന്നുണ്ട്. അതടാ ഉമ്മ വരുന്നുണ്ട് അവിടെ നന്നാക്കുന്നവര് ഉമ്മ എന്താക്കാൻ അറിയോ? ഉമ്മ ഇനി വരാൻ പോവുക, ഗൾഫിൽ നിന്ന് വരാൻ പോവുക. അത് അതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഹലോ ആ വീഡിയോ എടുക്കാണ്. നിങ്ങൾക്ക് ഞാൻ മനസ്സിലായി വീഡിയോ എടുക്കാന്ന്. ഞാൻ വീഡിയോ എടുക്കാണ്. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാലോ? ആ 1000 പോയി. പിന്നെ ഇനി ഓ മിണ്ടാനില്ല 1000 കേട്ടപ്പോ. എന്നായിക്കോട്ടെ. കുറവാണ്. എന്തേതാണ് പറഞ്ഞ് തീർത്തോട്ടെ. എപ്പോഴാണ് വിളിക്കാറുണ്ട്? വിളിക്കല് ഓളെ ഇഞ്ചക്ഷൻ അടിച്ചിട്ടാക്കാന്ന് വിചാരിച്ചാ. ഇവിടെ ഉണ്ട്. ഞങ്ങളതാ ചക്കയൊക്കെ കൊയ്തുക്കണ്. ചക്ക കൊയ്തുങ്ങായിട്ട് ഞങ്ങൾ ചക്കൊക്കെ ഇതാക്കണ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്. ഫുള്ള് നാടൻ പരിപാടികളാണ് നമ്മൾ മെനിയാന്ന് എന്താ മോഡലായിട്ടുള്ള ബിരിയാണി ഒക്കെ അല്ലേ അതിനോ? ഞാനും നിന്നെടുത്തിക്കണേ. എന്താ ഇനി മാത്രമേ നിന്നെടുക്ക്? അതെ സിനിമ ചാൻസ് കിട്ടിയിട്ടും പോകാത്ത ആള്. എഴുന്നി വേണോ? എന്തൊക്കെ അന്നുള്ളത് ഞങ്ങൾ വിചാരിച്ച ചക്ക എഴുന്നി എന്തൊക്കെ ഉണ്ട് എന്നറിയോ? ഇന്ന് ഫുൾ നാടൻ ഫുഡുകളും നാടൻ കാര്യങ്ങളും ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അല്ലേ? അങ്ങോട്ട് പറയുന്നാല്. പിന്നെ ഈ ചക്ക എന്താക്കണോ? ഇതിപ്പോ മുറിക്കണോ? ചക്ക ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. നല്ല അടിപൊളി ചക്കാണ്. പക്ഷെ വീണപ്പോ പൊട്ടിപ്പോയിക്കിന്. ഇത് 5 എണ്ണം തള്ളിട്ട് 5 എണ്ണം. എന്നാ കുടാളോ കത്തി എന്തോന്ന് എടുത്തോ. ഇത് കഷ്ണം കട്ട് ചെയ്. പിന്നെ നല്ല പഴുത്ത ചക്ക ഞാൻ എന്താക്കണം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കി വെച്ചു. ഇത് നിങ്ങൾ തുറക്ക്. അല്ല അത് കട്ട് ചെയ്യോ? ഏതാ ഫസ്റ്റ്? എന്നാ ഞാൻ പോത്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. വേണ്ട ശൈനി ആയിട്ടാലും ഓരോ പഠിപ്പിക്കണ്ട. ഇതെന്തേത്താ ചക്ക മുറിക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ ചെല്ല. ഹാപ്പി ബർത്ത്ഡേ. എന്നാ ഇനി ആശുവിന്റെ ബർത്ത്ഡേ ആകുമ്പോ ചക്ക മുറിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു ആശു. കൊണ്ട് വാ. പഴുത്ത് വയ്ക്കണോ? ചെറിയ മൂത്തോട്ടെ. ഞാൻ പഴുത്തിക്കണോ? അങ്ങോട്ടല്ല ക്ഷമേ. ഒന്ന് ഏട്ടൊക്കെ ഒന്ന് ആക്കി ഒന്ന് ഒതുക്കി. അത് ഒതുങ്ങൂല ഷേ. ഒന്ന് മുറുക്കി. ഹാപ്പി ബർത്ത്ഡേ. എന്നാ കൈവിട്ട് ഇങ്ങോട്ട് വാ. കൈവിട്ട്. ഹാപ്പി ബർത്ത്ഡേ. കണ്ടോ പൊള്ളു പറയുന്ന പോലെ ഒന്ന് അപ്പുറത്ത് മുറിച്ച് ഒന്ന് ഇപ്പുറത്ത് മുറിച്ച് അല്ലെങ്കിൽ കറക്റ്റ് ആടയും വരിക. അങ്ങനെയാണെ പോലീസുകാർക്ക് പൊള്ളു എറിയണല്ലേ നോക്കാണ് ചക്ക മുന്നിൽ വെച്ച് കൊടാളും കൊടുത്താ പോരെ. ഏതാ ഓരോരോ ബടായി കണ്ടോ? മൂന്നാമത് വേറും പൊള്ള തുറന്ന പൊള്ള. ആരും വിശ്വസിക്കണ്ട കേട്ടോ. ഇനി ആ മുറിക്കണ്ട. അതിൽ കൂടെ തന്നെ അതാക്കിയാ മതി. ഇനി വെട്ടണ്ട. അല്ല ഇനി ഇത് ഞാൻ ആക്കിയ എന്റെ ചെടിയൊക്കെ വെള്ളവും വെളിച്ചവും കിട്ടാണ്ട് ഉണങ്ങിപ്പോയിന്. ഇപ്പൊ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചത്. നോക്കാം ഏട് പോയതായിരുന്നു. ഓർമ്മ പൊട്ടിക്കില്ല. മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങിയതാ. അതിനകത്ത് മഴ പെയ്തിട്ടില്ലല്ലോ അല്ലേ? എന്നാലും നല്ലതാ പെയ്തത്. പെയ്ത മഴയൊക്കെ നല്ല. ഇന്നലെ കറണ്ട് ഇല്ല ഇവിടെ. മഴ പെയ്തിട്ട് ഇടിയും മിന്നലൊക്കെ ആയിട്ട് കറണ്ട് കംപ്ലീറ്റ് മെനിയാന്ന് പോയിട്ട് ഇന്നലെ ഉച്ചക്കാണ് കറണ്ട് വന്നത്.
അല്ലേ? മെനിയാന്ന് എപ്പോഴും പോയി? മെനിയാന്ന് ഉച്ച വെക്കും, മെനിയാന്ന് ഉച്ചക്ക് വൈകുന്നേരം പോയിട്ട്, പക്ഷെ രാത്രി തന്നെ കേറിക്കണോര് നന്നാക്കാൻ ഓരിന്റെ അടുത്ത് കഴിഞ്ഞില്ല. രാത്രി തന്നെ ഒരു വന്നിട്ട് നന്നാക്കാനൊക്കെ അറിയുമ്പോലെ പിറ്റേന്ന് ഉച്ചയായിരിക്കും. അങ്ങോട്ട് എടുത്ത് വെച്ചൂടാ. ഇൻവേർട്ടറും തീർന്നു. ഓ പൊട്ടിച്ചേരാം. ഇപ്പൊ മുട്ടായി കഴിക്കണ്ട ആയിഷ? മുട്ടായി തിന്നണ്ടായി. ഇപ്പൊ മുട്ടായി കഴിക്കണ്ട. വയറുവേദന ആവൂലേ? സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? മാമാർ പോണ്ടേ? അപ്പൊ ഞാന് വെറുമ്പയറാണ്, അതിനെ കൊണ്ട് നിന്റെ വയറൊന്ന് വെറുമ്പയറല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് ക്ഷമ ഇതാക്കണ. പിന്നെ ഇവിടുത്തെ ലൈറ്റ് വന്നിട്ട് ക്ഷമ ഇല്ലാണ്ട് കാണില്ല. കാണിച്ചു കൊടുത്തോ? ക്ഷമ ഇതാക്കണ ഇങ്ങനെ പഴം ഇതാക്കി വെച്ചിക്കണ. പിന്നെന്താ കോഴിമുട്ട പൊയിങ്ങി വെച്ചിക്കണ. അതൊക്കെ ഏടാ ഇന്ന് ഇവിടെ ഫുള്ള് അലുമ്പായി കിടക്കാണ് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് അലുമ്പ് തന്നെയാണ് ഇവിടെ. ലോക അലുമ്പുകളാണ് താമസിക്കുന്നത്. അതിനെ കൊണ്ട് ഇവിടെ മൊത്തം അലുമ്പായി കിടക്കാണ്. ഐശു സ്കൂളിൽ പോണ്ടേ? ഡാഡാക്കി തരാം കേട്ടോ. സ്കൂളിൽ സൂചി വെക്കാൻ പോകണട്ടെ, നമുക്ക് കരിയരുത് കേട്ടോ. ഐശുക്ക് 4 മിനിയാന്ന് നമ്മള് ഒരു സൂചിയാണല്ലോ വെച്ചത്. ഫസ്റ്റത്താണല്ലോ വെച്ചത്. ഇനി 3 ബാലൻസ് ഉണ്ട്. അതിലൊന്ന് ഇന്ന് വെക്കണം. ഇന്ന് 10-ാം തീയതി അല്ലേ? ഇന്നൊന്ന് വെക്കണം. പിന്നെ ബുക്ക് ഇതിൽ നോക്കാം. പിന്നെ 14-ന് 4 ദിവസം ഞാൻ ഇടവിട്ട് ഇങ്ങനെയാണ് പിന്നെ ഇത് വെക്കേണ്ടത്. ഇഞ്ചക്ഷൻ അടിക്കേണ്ടത്. ക്ഷമ ഇതാക്കാൻ നല്ല നാടൻ കോഴിമുട്ട ഇതാക്കണ പുഴുങ്ങി തോലൊക്കെ പോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിഷ്ടമുണ്ടോ നാടൻ? ഈ കോഴിമുട്ട ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ക്ഷമ മുട്ട ഇഷ്ടമില്ലാത്ത. എനിക്ക് നാടകമാണോന്നൊന്നുമില്ല. ഏതായാലും കിട്ടണ എന്താണ് അത് തിന്ന ബിസ്മില്ലാന്ന്. ഓക്കെ, അപ്പൊ ഏതായാലും ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങൾ ഏതായാലും ചക്ക പിന്നെ പുഴുങ്ങണം. ചക്ക പുഴുങ്ങ അത് ചെയ്യുന്നേ അല്ലെ? പേരൊക്കെ പുഴുങ്ങ. ഓക്കെ, അപ്പൊ അത് ചെയ്യണം. പിന്നെ അതുപോലെ മറ്റേ പഴുത്ത ചക്ക ജ്യൂസ് അടിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ ഇവിടെ ബാക്കിയുള്ള ചക്കകൾ അടങ്ങനെ ഒരു വെച്ചുകൊണ്ടിരിക്കുകയാണ്. 5 കൊയ്തിക്കണല്ലോ. അതിൽ 1 ചേച്ചിക്ക് കൊടുത്ത് പഴുത്തതിന്റെ പകുതി ഇവിടെ കാക്ക കൊണ്ടുപോയി. അതിന്റെ പകുതിന്റെ പകുതി ചേച്ചിക്ക് കൊടുത്ത്. പഴുത്തൊക്കെ പകുതി ചേച്ചി. അതെ അതെ. ബൈസിൽ ജോസഫ് പിന്നെ ആരൊക്കെ ഹീറോയിൻസ് ഒക്കെ ആരൊക്കെ ഉണ്ട്. ബൈസിൽ ജോസഫ് അടിപൊളി എന്ന് പറഞ്ഞാല് നമ്മള് സംസാരിക്കുമ്പോ ഒക്കെ അല്ലേ, നമ്മൾ വീഡിയോ സിനിമയെ കാണുന്ന അതേ ആളെന്നെ സംസാരിക്കുമ്പോ ആ ചിരിയൊക്കെ അത് സാധനമൊക്കെ കറക്റ്റ് നല്ല അടിപൊളി. നമ്മൾ സംസാരിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു അടിപൊളി മനുഷ്യനാണ്. അപ്പൊ ഏതായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു, നമ്മളിപ്പം സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഫീൽഡാണല്ലോ. അപ്പൊ അതിന്റെ അടുക്ക് ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് ഫാമിലി മിസ് ചെയ്യാതെ ശരിക്കും പറയാൻ ആരുമില്ല. ഫാമിലി മിസ് ചെയ്യാത്ത ഞാനല്ലാണ്ട് വേറെ ആരും ഫാമിലി മിസ് ചെയ്യാത്തവരില്ല. അല്ല, ഫാമിലിന്റെ കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ബേസിൽ ജോസഫ് എന്നാണ് ഇന്നലെ അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ മോളെയൊക്കെ കാണാനൊക്കെ എന്താ പറയാ ഈ തിരക്കിന്റെ ഇടയില്. പക്ഷെ ഓല് 2 വയസ്സൊക്കെ ആയിട്ട് അപ്പൊ ഈ സമയത്തൊക്കെ മോളൊക്കെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ആയിട്ട് പോവാനാണ്. അതെ, ഓല അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും മിസ് ചെയ്യുന്നുണ്ട്. അതെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. ഇനി ഏതായാലും ഞാൻ വേഗം ആശുവിനെ പിന്നെ സൂചി വെക്കാൻ പോകണം. ഈ സാധനങ്ങളൊന്നും ലെവലാക്കാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഏതായാലും നാളെ കാണാം അല്ലേ? ഓക്കെ, ബൈ ടാറ്റാ.